മറുനാടിനെ ആശ്രയിക്കാതെ ഓണത്തിന് പൂക്കളം എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഇത്തവണയും ഒരുങ്ങി. ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ചെടി വിതരണം പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്ന പദ്ധതി വ്യാപിപ്പിക്കാനാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനം. പറ്റാവുന്ന സ്ഥലത്തെല്ലാം ചെണ്ടുമല്ലി കൃഷി എന്നതാണ് ലക്ഷ്യം. മറുനാടൻ പൂക്കളെ മാത്രം ആശ്രയിക്കുന്ന ഓണക്കാലം എന്നത് മാറ്റിയെടുക്കാനുള്ള പരിശ്രമമാണ് ജില്ലാ പഞ്ചായത്ത് നടത്തുന്നതെന്ന് ചെടി വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് പി ദിവ്യ പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുറേയധികം വർഷങ്ങളായി ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്നൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഓണക്കാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അവരെ ആശ്രയിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പൂക്കളം ഒരുങ്ങുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടാകുന്ന പൂക്കൾ കൊണ്ട് നമുക്ക് പൂക്കളം ഉണ്ടാക്കാം. ഇപ്രാവശ്യം കണ്ണൂർ ജില്ലയിൽ 873 കേന്ദ്രങ്ങളിലായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പൂക്കൃഷി ചെയ്യുന്നത്. അതിനു പുറമെ ഒരു മാതൃകാ പ്ലോട്ട് എന്ന രീതിയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലും സബ് ജയിലിലും 2 മാതൃകാ പ്ലോട്ടുകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കുന്നുണ്ട്. വിപുലമായ രീതിയിൽ ഇപ്രാവശ്യം 15 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്. 2,33,000 തൈകൾ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃഷിവകുപ്പ് കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി ഇപ്രാവശ്യം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകമായി തൈകൾ വകുപ്പ് മുഖേനയും ഇപ്രാവശ്യം വിതരണം ചെയ്യുന്നുണ്ട്. അഴീക്കോട് ചാലിലെ സിലേഷ് ആദ്യ ചെടി ഏറ്റുവാങ്ങി. 873 പ്രാദേശിക കേന്ദ്രങ്ങളിലും കണ്ണൂർ സെൻട്രൽ ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ എന്നിവിടങ്ങളിലാണ് ജില്ലാ പഞ്ചായത്ത് പൂക്കൃഷി നടത്തുന്നത്. ചെടി വിതരണ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ രത്നകുമാരി, ടി സരള, UP ശോഭ, VK സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് KV മുകുന്ദൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ K സുലൈഖ, TO ദീപ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.